അവർ സമ്മേളിച്ചിരുന്ന മാളികമുറിയിലേക്ക് കടന്നു വന്ന് ആ സാന്നിധ്യത്താൽ അവർ നിറയപ്പെട്ടു. അപ്പോൾ അഗ്നിതാവുകളുടെ രൂപത്തിൽ ദൈവത്തിൻ്റെ മഹത്വം അവരുടെ ശരീരത്തിൽ വെളിപ്പെട്ടു. മക്കൾ പ്രാർത്ഥിച്ചേ, ദൈവിക സാന്നിധ്യം, ദൈവിക ശക്തി വെളിപ്പെടുവാൻ വേണ്ടി ദൈവം കുദാശകളിലൂടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായി തീരുകയാണ്. അവിടുത്തെ പരിശുദ്ധനൊരു ജ്വാലയായിട്ട് മാറുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ ജീവിതത്തിലുള്ള എല്ലാ മുള്ളുകളെയും മുൾച്ചെടികളെയും അവിടുന്ന് ദഹിപ്പിച്ചു കളയുന്നുമെന്ന് യെശയ്യാ ദീർഘദർശിയിലൂടെ അവിടുന്ന് അരുളി ചെയ്തു. കണ്ണുകളടച്ച് കർത്താവിൻ്റെ തിരുവചനം നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ അഭിഷേകം ചെയ്യപ്പെടുവാൻ വേണ്ടി നമുക്ക് നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ജോയേൽ പ്രവാചകൻ വഴി അരുളി ചെയ്ത ദൈവത്തിൻ്റെ വചനം, അന്ത്യനാളുകളിൽ സകല ജനത്തിൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. എല്ലാ മക്കളുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതേ ശക്തി സിഹിയോൻ മാളിക മുറിയിൽ വ്യാപരിച്ച അതേ ശക്തി തന്നെ ഈ ആലയത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളുടെ മേലും വ്യാപരിച്ച് അഭിഷേകമായി തീരുന്ന ഈ നിമിഷത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്വരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? അഭിഷേകത്തോടെ സ്തുതിക്കാമോ? ശക്തിയോടെ സ്തുതിക്കാമോ? അഭിഷേകം നിറയട്ടെ, ശക്തി വ്യാപരിക്കട്ടെ, പാപബന്ധനങ്ങളെല്ലാം അഴിയട്ടെ, പൈശാചിക ശക്തികൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ, ദൈവത്തിൻ്റെ മഹത്വം ദൈവമക്കളുടെ ശരീരത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗശാന്തിയായി, അത്ഭുതമായി, അടയാളമായി ദൈവത്തിൻ്റെ വചനം ശരീരത്തിൽ ഓരോ മക്കളുടെ ശരീരത്തിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മക്കളുടെ ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ ശക്തി ഓരോ മക്കളുടെ ശരീരത്തിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിച്ചേ, സ്വതന്ത്രമായിട്ട് പ്രാർത്ഥിച്ചേ. അഭിഷേകം നിറയട്ടെ, ശക്തി വ്യാപരിക്കട്ടെ, പാപബന്ധനങ്ങളെല്ലാം അഴിയട്ടെ, അശുദ്ധാരവികൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ. മദ്യപാനത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, പുകവലിയുടെ, ചീട്ടുകളിയുടെ, ദുശീലങ്ങളുടെ അന്ധകാര ശക്തികൾ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൻ്റെ ശക്തിയാൽ ശരീരങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പ്രാർത്ഥിച്ചേ. അഭിഷേകം വ്യാപരിക്കട്ടെ. കൊതിയുടെ, അലസതയുടെ, മടിയുടെ എല്ലാ രൂപികളും ശരീരങ്ങളിൽ നിന്ന് യേശു നാമത്തിൽ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ക്ഷീണത്തിൻ്റെ, തളർച്ചയുടെ എല്ലാ രൂപികളും, ഉറക്കത്തിൻ്റെ അരൂപികൾ എല്ലാ ശരീരങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകട്ടെ. മഹത്വം വെളിപ്പെടട്ടെ. ശരീരത്തിലെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. എല്ലാ അന്ധകാരവും നീങ്ങിപ്പോകട്ടെ, എല്ലാ അന്ധകാരവും നീങ്ങിപ്പോട്ടെ. ജീവിത വഴിയിൽ തടസ്സം നിൽക്കുന്ന എല്ലാ അരൂപികളുടെ പ്രവർത്തനങ്ങളും യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ, അന്ധകാര ശക്തിയുടെ പ്രവർത്തനങ്ങൾ കുടുംബങ്ങളിൽ നിന്ന്, പ്രവൃത്തി മേഖലയിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകട്ടെ യേശുവിൻ്റെ അത്ഭുത ശക്തിയാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പ്രാർത്ഥിച്ചേ. ശക്തി വ്യാപരിക്കട്ടെ, എല്ലാ മക്കളിലേക്കും വ്യാപരിക്കട്ടെ. സജീവനായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൻ്റെ ശക്തിയാൽ, മർക്കോസ് 16:17 വചനത്തിൻ്റെ ശക്തിയാൽ, ലൂക്കാ 10:19 തിരുവചനത്തിൻ്റെ ശക്തിയാൽ, പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, സഭാപിതാക്കന്മാരുടെ അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, മാർപ്പാപ്പായുടെ അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മക്കളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, കൃഷിയിടങ്ങളുടെ മേൽ, അധ്വാനമേഖലയുടെ മേൽ വ്യാപരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും, അശുദ്ധാത്മാക്കളെയും, പൈശാചിക സേനകളെയും അവയുടെ വ്യൂഹങ്ങളെയും യേശു നാമത്തിൽ ഞങ്ങൾ ഒന്നു ചേർന്ന് ബന്ധിച്ച് നിത്യനരകത്തിലേക്ക് ബഹിഷ്കരിക്കുന്നു. യേശു നാമത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ സമ്പത്തിനെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൃഷിയിടത്തെയും അധ്വാന മേഖലയും വിട്ടൊഴിഞ്ഞ് പോകുക യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകം നിറയട്ടെ, ബന്ധനങ്ങളെല്ലാം നീങ്ങട്ടെ, തടസ്സങ്ങളെല്ലാം നീങ്ങട്ടെ. ദൈവത്തിന്റെ മഹത്വം ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ? കരമടിച്ചു പാടി പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കപ്പെടുവാൻ വേണ്ടി, ആത്മാവിന്റെ ശക്തി ശരീരത്തിൽ വെളിപ്പെടാൻ വേണ്ടി, കർത്താവിന്റെ മഹത്വം ജീവിതത്തിൽ കടന്നു വരുവാൻ വേണ്ടി, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ആ വലിയ കൃപ നമുക്ക് നൽകുക ഈശോ. ആത്മാവിനാരാധന, അഗ്നിയാൽ അഭിഷേകമേ, പുത്തൻ അഭിഷേകം, ആത്മാവിനാരാധന, ശക്തി നിറയട്ടെ, അഗ്നിയാൽ അഭിഷേകമേ, അഗ്നിയാൽ അഭിഷേകം ചെയ്തിടുദാസന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, അഗ്നിയാൽ അഭിഷേകം ചെയ്തിടുദാസന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിനാരാധന, അഗ്നിയാൽ അഭിഷേകമേ, ആത്മാവിനാരാധന, അഗ്നിയാൽ അഭിഷേകമേ. ഹല്ലേലൂയ. കരങ്ങളുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പുത്തൻ അഭിഷേകം വ്യാപരിക്കട്ടെ, പുതിയ അഭിഷേകം വ്യാപരിക്കട്ടെ. പാപബന്ധനങ്ങളെല്ലാം അഴിയട്ടെ, പൈശാചിത്യത്തിൽ നീങ്ങിപ്പോട്ടെ, മഹത്വം വെളിപ്പെടട്ടെ, ശരീരത്തിൽ വെളിപ്പെടട്ടെ. കരമുയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുത്തൻ അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ? കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗാനത്തോട് ചേർന്ന് കരമടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. പുത്തൻ അഭിഷേകം, പുതിയ കൃപ ദൈവമക്കളിലേക്ക് വ്യാപരിക്കപ്പെടുന്നു. എല്ലാ ബന്ധനങ്ങളും നീങ്ങുന്നു, തടസ്സങ്ങൾ നീങ്ങുന്നു, കർത്താവിന്റെ മഹത്വം വെളിപ്പെടുന്നു. ഗാനത്തോട് ചേർന്ന് എല്ലാ ദൈവമക്കളും പാടി പ്രാർത്ഥിക്കുന്നു. അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. 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 എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. എല്ലാ അധരങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അധരം തുറന്ന് ഗാനത്തോട് ചേർന്ന് വലിയ അഭിഷേകത്തില് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആത്മാവ് വ്യാപരിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും, പാടി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും ദൈവത്തിന്റെ കൃപ വന്നു നിറയപ്പെടുന്ന നിമിഷമാ. എല്ലാ മക്കളും പാടി പ്രാർത്ഥിക്കുക. വീണ്ടും ജന്മമാർന്നിവരിന്നാർത്തു ഘോഷിക്കാം, വിൺമഹത്വമാർന്നിവരിന്നാർത്തു പാടിടാം. വീണ്ടും ജന്മമാർന്നിവരിന്നാർത്തു ഘോഷിക്കാം, വിൺമഹത്വമാർന്നിവരിന്നാർത്തു പാടിടാം. അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. എല്ലാ മക്കളിലും അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. വീണ്ടും ഒരു പന്തക്കുസ്ത ഞങ്ങൾക്കേകണേ, വീണ്ടും ജന്മം ഞങ്ങൾക്കേകണേ പാവന റൂഹായേ. വീണ്ടും ഒരു പന്തക്കുസ്ത ഞങ്ങൾക്കേകണേ, വീണ്ടും ജന്മം ഞങ്ങൾക്കേകണേ പാവന റൂഹായേ. അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. പുത്തനഭിഷേകം, അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ.
ഫലങ്ങളൊമ്പതും തരണേ പരിശുദ്ധാത്മാവേ, ദൈവസ്വഭാവം തരണേ പാവനാത്മാവേ. എല്ലാവരും ചേർന്ന് ഫലങ്ങളൊമ്പതും തരണേ പരിശുദ്ധാത്മാവേ, ദൈവസ്വഭാവം തരണേ പാവനാത്മാവേ. അഗ്നിയഭിഷേകം അഗ്നിയഭിഷേകം പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. എല്ലാവരും ചേർന്ന് അഗ്നിയഭിഷേകം അഗ്നിയഭിഷേകം പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. വരങ്ങളൊമ്പതും തരണേ ദൈവത്തിനാത്മാവേ, ദൈവരാജ പണിതുയർത്താൻ ശക്തിയേകണേ. വരങ്ങളൊമ്പതും തരണേ ദൈവത്തിനാത്മാവേ, ദൈവരാജ പണിതുയർത്താൻ ശക്തിയേകണേ. അഗ്നിയഭിഷേകം അഗ്നിയഭിഷേകം പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. അഗ്നിയഭിഷേകം അഗ്നിയഭിഷേകം പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. വ്യാപരിക്കട്ടെ എല്ലാ മക്കളുടെ മേലും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവേ 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 പരിശുദ്ധാത്മാവേ വ്യാപരിക്കണേ വ്യാപരിക്കണേ വ്യാപരിക്കണേ. ഞങ്ങളുടെ മേൽ വ്യാപരിക്കണേ. ഓരോ മക്കളുടെ മേലും വ്യാപരിക്കണേ. കുടുംബത്തിന്റെ മേൽ, തലമുറയുടെ മേൽ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ. ആത്മാവ് വ്യാപരിക്കട്ടെ. ശക്തി വ്യാപരിക്കട്ടെ. ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. ശരീരത്തിൽ വെളിപ്പെടട്ടെ. സമാഗമകൂടത്തിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം, സിനായി മലയുടെ മുകളിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ മഹത്വം ഓരോ മക്കളിലേക്കും വ്യാപരിക്കപ്പെടട്ടെ. എല്ലാ ബന്ധനങ്ങളും നീങ്ങട്ടെ. സഹീയൻ ഊട്ടുശാലയിലേക്ക് ഇറങ്ങി വന്ന ദൈവിക സാന്നിധ്യം എല്ലാ മക്കളിലേക്കും വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. പൗലോസും ശീലാസും കാരാഗൃഹത്തില് ദൈവത്തെ ആരാധിച്ചപ്പോൾ അവിടേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ മഹത്വം ഈ ആലയത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളുടെ മേലും വ്യാപരിക്കട്ടെ. കരമുയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാം. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാം. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാം. വീണ്ടും കരമടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ദാനങ്ങളേഴും തരണേ ദൈവാരൂപിയേ, ദാസരാക്കി നയിക്കണമേ നിത്യകാലവും. ദാനങ്ങളേഴും തരണേ ദൈവാരൂപിയേ, ദാസരാക്കി നയിക്കണമേ നിത്യകാലവും. അഗ്നിയഭിഷേകം അഗ്നിയഭിഷേകം പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. അഗ്നിയഭിഷേകം എല്ലാവരും അഗ്നിയഭിഷേകം വരാം. പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. ദൈവരാജ പ്രജകളായി ഞങ്ങൾ ജീവിക്കാൻ സ്വർഗരാജം മുന്നിൽ കണ്ടു യാത്ര ചെയ്തിടാം. ദൈവരാജ പ്രജകളായി ഞങ്ങൾ ജീവിക്കാൻ സ്വർഗരാജം മുന്നിൽ കണ്ടു യാത്ര ചെയ്തിടാം. അഗ്നിയഭിഷേകം അഗ്നിയഭിഷേകം പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. എല്ലാവരും ചോദിക്കുന്നു. അഗ്നിയഭിഷേകം അഗ്നിയഭിഷേകം പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓരോ സ്വരമുയർത്തി എല്ലാവരും സ്തുതിക്കാമോ? സ്വരമുയർത്തി പ്രാർത്ഥിച്ച് അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. തടസ്സങ്ങളെല്ലാം നീങ്ങുന്നുണ്ട്. രോഗവിടകള് ശരീരങ്ങളിൽ നിന്ന് യേശുവിന്റെ അത്ഭുത ശക്തിയാൽ നീങ്ങിപ്പോകുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അധരം വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ച് കർത്താവിന് കൊടുത്ത്
ദൈവത്തിന് കൊടുത്തേ, അധരം വിട്ടുകൊടുത്തേ. കൃപയിൽ നിറയട്ടെ, കൃപ നിറയട്ടെ. കർത്താവ് നിന്നോടുകൂടെയാ. കൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഓരോ മക്കളും പ്രാർത്ഥിച്ച് കൃപ നിറയപ്പെടട്ടെ. ഓരോ മക്കളിലേക്കും കർത്താവിന്റെ സാന്നിധ്യം വന്നു നിറഞ്ഞ ശരീരത്തില് ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. കരമുയർത്തി ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു. യേശുവേ നന്ദി. നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കർത്താവിന്റെ കാരുണ്യത്തിന്റെ മണിക്കൂറുകളിലൂടെ നാം കടന്നു പോകുകയാണ്. ദൈവം കരുണ കാണിച്ചുകൊണ്ടേയിരിക്കുക. യുഗാന്ത്യം വരെ, ലോകാവസാനത്തോളം ദൈവം നമ്മോട് കരുണ കാണിക്കുക. നിർബന്ധിച്ച് വിട്ട കർത്താവ് അനുഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ധ്യാനത്തിൽ ഒരമ്മച്ചിയെ കർത്താവ് നിർബന്ധിച്ച്, വേറൊരു ചേച്ചി, ഇവിടെ വരുന്നൊരു ചേച്ചിയിലൂടെ നിർബന്ധിച്ച്, അമ്മച്ചി അവിടെ പോയി ധ്യാനം കൂടിയ അനുഗ്രഹമാണ്. അമ്മച്ചി പറഞ്ഞു, എനിക്ക് ഇത്രയും പ്രായം, എനിക്ക് ധ്യാനം ഒന്നും കൂട്ടി വലിയ കാര്യമൊന്നുമില്ല, എന്തിനാ ഞാൻ പോകുന്നത്? ഈ ചേച്ചി പുറകെ നിർബന്ധിച്ച് എനിക്ക് അനുഭവമുള്ള ഒന്ന് പോയി കൂടി നോക്കാൻ പറഞ്ഞു. ഇവിടെ വന്ന അനുഭവമുള്ള ആ ചേച്ചി കുന്നന്താനം സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന നമ്മുടെ ധ്യാനത്തിന്, അതിനെ ഇവിടെ നടക്കുന്നതിനേക്കാൾ ഉപരിയായ അനുഗ്രഹം വരുമെന്ന് വിശ്വസിച്ച ആ ചേച്ചി പറഞ്ഞു വിട്ടിരിക്കുക. നിർബന്ധിച്ച് വിട്ടു, അവസാനം വരെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ അമ്മച്ചി ധ്യാന കേന്ദ്രത്തിലെത്തുക. അമ്മച്ചിക്ക് ഒത്തിരിയേറെ മുറിവുകളുണ്ടായിരുന്നു ഹൃദയത്തിൽ, ഒത്തിരി വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ ഒരുമാതിരി ആയി വരുന്ന കാലഘട്ടത്തിൽ, വളർച്ചയെത്തി വരുന്ന സമയത്ത് ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു. അദ്ദേഹം ഒരു മദ്യപാനിയായിരുന്നു. അപ്പം അമ്മച്ചിക്ക് വളരെയേറെ ദുഃഖങ്ങളും ആകുലതകളും നിരാശയും കുറ്റബോധങ്ങളും എല്ലാം അമ്മച്ചിയുടെ ഹൃദയത്തിൽ തളം കെട്ടി നിൽക്കുക. ഈ അമ്മച്ചിയുടെ ശരീരം മുഴുവൻ രോഗം പീഡിപ്പിക്കുക. അമ്മച്ചിക്ക് ഒരു ചെറിയ കൂനുമുണ്ട്, അസ്ഥിയിലൊരു വളവ്. നിവർന്നു നിൽക്കുവാൻ, പൂർണ്ണമായിട്ട് നിവർന്നു നിൽക്കുവാൻ ഈ അമ്മച്ചിക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പം അമ്മച്ചി വളഞ്ഞ വരുന്നേ. പ്രിയപ്പെട്ട ആന്തരിക സൗഖ്യ ശുശ്രൂഷ, ആന്തരിക സൗഖ്യ ആരാധനയുടെ നിമിഷത്ത് ഈ അമ്മച്ചിയുടെ വളഞ്ഞ നട്ടല് നിവർന്നു. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹാലേലൂയ, 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 ഹാലേലൂയ. 154 പേര് ധ്യാനിച്ചു. 65ഓളം പേരുടെ ശരീരത്തില് രോഗശാന്തി, ദൈവത്തിന്റെ വചനം വെളിപ്പെട്ടു. മരുന്നോ ലേപനമോ ഔഷധമല്ല, ദൈവത്തിന്റെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. കരമുയർത്തി സ്തുതിക്കാമോ? ഹാലേലൂയ, 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 ഹാലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? വളഞ്ഞിരിക്കുന്ന അസ്ഥിയെ നുവർക്കുവാൻ ശക്തനായ ദൈവം, ലാസറിനെ ഉയർപ്പിച്ചവൻ ആ സഹോദരിയുടെ ശരീരത്തില് വെളിപ്പെട്ടു. ദൈവത്തിന്റെ വചനം ശരീരത്തില് വെളിപ്പെടുമ്പോഴാണ് രോഗശാന്തി സംഭവിക്കുന്നത്. നമുക്കറിയാം, വളഞ്ഞിരിക്കുന്നൊന്ന് നൂരാൻ, എല്ല് വളഞ്ഞാൽ അത് നൂരാൻ ബുദ്ധിമുട്ടാണ്. പൂർണ്ണമായിട്ട് ഹൃദയത്തില് ക്ഷമ കടന്നു വന്നപ്പോൾ, വേദനിപ്പിച്ചവരോട് എല്ലാം പൂർണ്ണമായിട്ടും ക്ഷമിച്ചപ്പോൾ ശരീരത്തില് ദൈവസാന്നിധ്യം വെളിപ്പെട്ടു. പരിശുദ്ധ അമ്മ സഹിയോൻ ഊട്ടുശാലയില് ശിഷ്യന്മാർ ആകുലതയിലും നിരാശയിലും ഭയത്തിലും കഴിഞ്ഞ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി അവർക്ക് കൊടുത്തത് ആന്തരിക സൗഖ്യ ശുശ്രൂഷയാണ്. അവർക്ക് ആന്തരികമായി സൗഖ്യം പ്രാപിച്ച സമയത്ത് പെന്തക്കോസ്താ ദിനം ആഗതമായി. അമ്മ ചെയ്തത് ആന്തരിക സൗഖ്യ ശുശ്രൂഷയാണ്. ഭയവും ആകുലതയും നിരാശയും എല്ലാം വിട്ടുപോയി. ആന്തരിക സൗഖ്യ ക്ലാസ് ഏകദേശം 4 മണിക്കൂർ നീണ്ടു നിന്ന ക്ലാസ്. 3 മണിക്കൂർ ക്ലാസും 1 മണിക്കൂർ ധ്യാനവും ആരാധനയും. 3 മണിക്കൂറിലെ ക്ലാസ് കേട്ട് 4ാമത്തെ മണിക്കൂറിൽ അമ്മച്ചിയുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടു. ക്ഷമിക്കുവാൻ, പൂർണ്ണമായിട്ടും ക്ഷമിക്കുവാനുള്ള കൃപ കിട്ടിയപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ശരീരത്തിൽ വെളിപ്പെടുക. പൂർണ്ണമായിട്ടും ക്ഷമിക്കപ്പെടുക. നമ്മുടെ പാപം നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് പ്രിയ ദൈവജനമേ, ദൈവരാജ്യം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത്.
പാപം നമ്മളിൽ നിന്ന് പടിയിറങ്ങുമ്പോഴാണ് ദൈവാനുഗ്രഹം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത്. അമ്മച്ചി പറഞ്ഞെന്നറിയുമോ, ഞാൻ പോയിട്ട് ഇനിയും വരും ധ്യാനത്തിന്. 5 ദിവസം വചനത്തിൽ അടയിരിക്കുവാൻ ഞാൻ ഇനിയും വരും. ഇത്രയേറെ ശക്തി ദൈവത്തിന്റെ വചനത്തിന് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തിന്റെ വചനത്തിന് ശക്തി തിരിച്ചറിയുമ്പോഴാണ് നാം അനുഗ്രഹിക്കപ്പെടുന്നത്. നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വചനം. ഇതാ, ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിച്ച അനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗങ്ങളിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. നീ കൈവശമാക്കുവാൻ പോകുന്ന ദേശത്ത് ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. പാപം ഉപേക്ഷിക്കുമ്പോൾ, നന്മയായതിനെ തിന്മയെ ഉപേക്ഷിച്ച് നന്മയായതിനെ മാത്രം സ്വീകരിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തിന്മയെ ഉപേക്ഷിച്ച് നന്മയായിട്ടുള്ള ജീവിതം, നന്മ നിറഞ്ഞവളെ സുസ്ഥി, കർത്താവ് നിന്നോടുകൂടെ. അമ്മയിൽ പരിശുദ്ധ കന്യാമറിയത്തില് നന്മ നിറഞ്ഞപ്പോഴാ കർത്താവ് കൂടെ വന്നത്. ദൈവത്തിന്റെ മഹത്വം അമ്മയിൽ വെളിപ്പെട്ടത് നന്മ നിറഞ്ഞപ്പോൾ. ദൂതൻ പറഞ്ഞു, നന്മ നിറഞ്ഞവളെ സുസ്ഥി, കർത്താവ് നിന്നോടുകൂടെ. ഒരു വ്യക്തിയിൽ ഹൃദയതലങ്ങളിലുള്ള തിന്മ മുഴുവൻ വിട്ടുമാറി നന്മയാകുമ്പോൾ അവിടെ ദൈവം വെളിപ്പെടും, ദൈവരാജ്യം വെളിപ്പെടും. കരമുയർത്തി ഒന്ന് സ്തുതിക്കാം. തിന്മയായതിനെ ഉപേക്ഷിച്ച് നന്മയായതിനെ മാത്രം സ്വീകരിക്കുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് സ്വരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ പരിണിത ഫലങ്ങൾ 4. ഒന്നാമത്തെ പരിണിത ഫലം ദൈവത്തിൽ നിന്ന് അകലുന്നു. പാപം ചെയ്യുന്ന ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് അകലുന്നു. പാപം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നേ? നമ്മൾ ആരും അത് കരുതുന്നില്ല. പാപം ചെയ്യുമ്പോഴും പാപത്തിൽ നിൽക്കുമ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ എന്നെ വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ കൂടെയാണല്ലോ. പക്ഷേ ദൈവത്തിൽ നിന്ന് അകലുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിന് അകലും. പാപം ചെയ്യുന്ന ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് അകന്നാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അവന് ഒത്തിരിയേറെ ദുരിതങ്ങളും അപകടങ്ങളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുമെന്ന് സംഭവിക്കുന്നേ വലിയ അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. കഷ്ടകാലം തുടങ്ങുന്ന എപ്പോഴാ? ദൈവത്തിൽ നിന്ന് അകലുന്ന ആ സമയത്ത് ജീവിതത്തിൽ കഷ്ടകാലം ആരംഭിക്കുക. പാപം ചെയ്യുമ്പോഴാ. ഒന്നാമത്തെ സംഭവം, പാപം ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന്, ദൈവരാജ്യത്തിൽ നിന്ന്, പർദീസിൽ നിന്ന് നാം അകലുകയാണ്. നാം തന്നെ അകലുന്നേ, ദൈവത്തിന് അകലുന്നു. ഹൃദയത്തെ പാപം വരുമ്പോഴാ, വെറുപ്പും വിദ്വേഷവും ഒക്കെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ, പ്രിയ ദൈവജനമേ, നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുക. അതുകൊണ്ട് ആന്തരിക സൗഖ്യ ശുശ്രൂഷയിൽ വലിയ വിടുതൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒത്തിരിയേറെ സൗഖ്യം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഒരു ചേച്ചി പറഞ്ഞ്, ഹൃദയത്തിൽ നിന്ന് എന്തൊക്കെ ഇങ്ങനെ പറന്നിറങ്ങി പോകുന്ന പോലെ കണ്ടു. പേപ്പർ പറന്നു പോകുന്ന പോലെ എന്തൊക്കെയോ ഇങ്ങനെ പറന്നു പോകുന്ന ഒരു അനുഭവം ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ശരീരത്തിന് വലിയ ശാന്തത അനുഭവപ്പെട്ടു. അപ്പൊ കലുഷിതമായ ഹൃദയത്തിന് ശാന്തത കിട്ടിയത് ഹൃദയത്തിൽ നിന്ന് പാപം ഇറങ്ങിപ്പോയപ്പോഴത്. എങ്ങനെ പോയത്? പറന്നുപോയെന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊടുങ്കാറ്റിന്റെ ശക്തിയോടെ ഹൃദയതലങ്ങളിലേക്ക് വ്യാപരിച്ചപ്പോൾ ഹൃദയത്തിലുള്ള പാപത്തിന്റെ ബന്ധനങ്ങൾ പറന്നു പോകുന്ന അനുഭവം ഉണ്ടായി. എന്തൊക്കെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോയപ്പോൾ വലിയ ആശ്വാസം ലഭിച്ചു. ആശ്വാസം ലഭിക്കണമെങ്കിൽ ഹൃദയത്തിലുള്ള വേദനകൾ എല്ലാം നമ്മളിന്ന് അകന്നു പോകണം. വെറുപ്പും വിദ്വേഷവും ഒക്കെ അകന്നു പോകണം. പാപത്തിന്റെ ബന്ധനം അഴിയണം. ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, 25 വർഷമായിട്ട് കുളിക്കാൻ സാധിക്കുന്നില്ല. ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പറ്റത്തില്ല, പച്ചവെള്ളത്തിൽ കുളിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ധ്യാനത്തിന് വന്ന് പ്രാർത്ഥിച്ച് ഈ അഭിഷേകം കിട്ടിയപ്പോഴാണ്, ഓരോ ദിവസവും വചനം കേട്ടപ്പോൾ ശരീരത്തിൽ രൂപമാറ്റം ഉണ്ടായി.
ശരീരം അനുകൂലമാകാൻ തുടങ്ങി. തണുപ്പിനോടും ചൂടിനോടും ഒക്കെ അനുകൂലമായിട്ട് അത് പ്രതികരിക്കാൻ തുടങ്ങി. ഒരു കുഴപ്പവുമില്ല. തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് ഒരു പ്രശ്നമില്ല. തണുത്ത വെള്ളം കുളിച്ചാൽ അലർജിയാ. ഈ അലർജി രോഗം വചനം കേട്ടപ്പോൾ സുഖപ്പെട്ടു. പാപം ഏറ്റുപറഞ്ഞ് ദൈവരാജ്യത്തിൽ നിന്നപ്പോൾ ഈ രോഗം ശരീരത്തിൽ നിന്ന് അകന്നുപോയി. അതിലൂടെ ഇറച്ചി മീനും ഒക്കെ കൂട്ടിയാൽ അലർജിയാ. വചനം കേട്ടപ്പോൾ, വചനം അനുസരിക്കുവാൻ തീരുമാനമെടുത്തപ്പോൾ, പാപത്തെ ഏറ്റുപറഞ്ഞപ്പോൾ ശരീരത്തിലുണ്ടായിരുന്ന രോഗപീഠകൾ വിട്ടൊഴിഞ്ഞു. അപ്പോൾ ശരീരം അനുകൂലമായി, കാലാവസ്ഥയോട് പ്രകൃതിയോട് അനുകൂലമായിട്ട് പ്രവർത്തിക്കുവാൻ തുടങ്ങി. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപം ചെയ്യുമ്പോൾ രണ്ടാമത്തെ കാര്യം സമൂഹത്തോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു പാപം ചെയ്യുന്ന വ്യക്തി. ഏകാന്തതയിലേക്ക് പാപം ചെയ്യുന്ന വ്യക്തികളോട് ചേർന്ന് നിൽക്കും. ചില സമൂഹത്തിൽ നിന്ന് ഈ വ്യക്തി മാറ്റപ്പെടുകയാണ്. പാപം ചെയ്യുന്നതുകൊണ്ടാണ്. ഉൾവലിവുണ്ടാവുകയാണ്. ആ സാഹചര്യങ്ങൾ, ദേവാലയത്തിൽ വരുന്ന വ്യക്തി ദേവാലയത്തിൽ വരാതെയായി. നല്ല സമൂഹവുമായിട്ട് കൂട്ടുകെട്ടുണ്ടായിരുന്ന വ്യക്തികൾ ആ കൂട്ടുകെട്ടിൽ നിന്ന് അകലാൻ തുടങ്ങി. കാരണം പാപം ഉള്ളിൽ വരുന്നത് കൊണ്ട് അവർക്ക് അവിടെ നിലനിൽക്കുവാൻ സാധിക്കത്തില്ല. സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ ഇത് പറയുന്നുണ്ട്. പാപിക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കത്തില്ല. പാപം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കുവാൻ ഒരിക്കലും സാധിക്കത്തില്ല. സങ്കീർത്തകൻ പറയുക, പാപം ചെയ്യുമ്പോഴാ ദേവാലയത്തിൽ പോകാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റുന്നില്ല, പ്രാർത്ഥനയിൽ കൂടാൻ പറ്റുന്നില്ല, നല്ല വ്യക്തികളോടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കുന്നു, സമൂഹത്തിൽ നിന്ന് അവൻ പിൻവലിയപ്പെടുന്നു. പാപം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രണ്ടാമത്തെ അവസ്ഥ, കരങ്ങൾ ഉയർത്തി ഓരോ വാക്കുകളും ഹൃദയതലങ്ങളിലേക്ക് കടന്നു ചെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയതലങ്ങളിൽ ഉള്ള പാപത്തെ എല്ലാം എടുത്തു മാറ്റി വിശുദ്ധിയുടെ, വിശ്വാസത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ കൃപയാൽ നിറയ്ക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രകൃതിയിൽ നിന്ന് ആ വ്യക്തി അകന്നു പോവുകയാണ്. പ്രകൃതിയോടുള്ള ആ താല്പര്യം വിട്ടൊഴിഞ്ഞ് അന്ധകാരത്തിലേക്ക് പോവുക. പ്രകൃതിയുമായിട്ടുള്ള ബന്ധം പോലും വിച്ഛേദിക്കപ്പെടുക. ഉൾവലിവുണ്ട ഇരുട്ടിനെ ഇഷ്ടപ്പെടുകയാണ്. പ്രകൃതിയിൽ നിന്ന് പിൻവലിയപ്പെട്ട് ഒരു മുറിക്കുള്ളിൽ അടച്ചിരിക്കുന്നത് ആഗ്രഹിക്കുകയാണ്. പ്രകൃതിയോട് പോലും സഹകരിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ. കൃഷിയിടങ്ങളിൽ, അധ്വാന മേഖലയിൽ ഒക്കെ കടന്നു ചെന്ന് അവിടേക്ക് അധ്വാനിക്കുവാൻ പറ്റാത്ത അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ്? പാപം ഉള്ളിൽ വരുന്നത് കൊണ്ടാണ്. ഉൾവലിവുണ്ടാവുകയാണ്. ഇരുട്ടിനെ ഇഷ്ടപ്പെടുകയാണ്. ഒത്തിരി സ്ഥലമുണ്ട്, പക്ഷേ അവിടെ വേലയുടെ ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, കൃഷി ഇറക്കാൻ പറ്റുന്നില്ല. ഒത്തിരി സ്ഥലമുണ്ടോ? ആൾക്കാർ പറയുന്ന കാര്യമാണ്, ജീവിത പങ്കാളിക്ക് ജോലി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൃഷിയിടങ്ങളിൽ വേല ചെയ്യുവാൻ സാധിക്കുന്നില്ല. പാപത്തിൻ്റെ പരിണിത ഫലമാണ്. പ്രകൃതിയിൽ നിന്ന് ആ വ്യക്തി അകന്നു ജീവിക്കുന്നു. പ്രകൃതി ആ വ്യക്തിയോട് സഹകരിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. അതുകൊണ്ട് വേല ചെയ്യാൻ പറ്റാത്ത, കൃഷി ചെയ്താൽ അധ്വാനത്തിൽ ഫലം ഉണ്ടാകുന്നില്ല. പ്രകൃതി ആ വ്യക്തിയോട് സഹകരിക്കുന്നില്ല. പാപം കടന്നു വരുമ്പോൾ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാലാമത്തെ സംഭവം, ആ വ്യക്തിയോട് തന്നെ താല്പര്യമില്ലായ്മ കടന്നു വരികയാണ്. ആ വ്യക്തിയോട് തന്നെ ഇഷ്ടമില്ലായ്മ കടന്നു വരികയാണ്. പാപം വരുമ്പോഴാണ് ഇനി ജീവിക്കണ്ട എന്നുള്ള ഒരു തോന്നൽ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. പാപത്തിൻ്റെ പരിണിതഫല. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ജീവിക്കുവാനുള്ള ആഗ്രഹം ഇല്ലായ്മ ചെയ്യപ്പെടുന്നു. മരിച്ചേക്കാം എന്ന് തോന്നുന്നത് ഹൃദയതലങ്ങളിൽ പാപം
കടന്നു വരുമ്പോഴാ. പ്രകൃതി സഹകരിക്കുന്നില്ല, കൃഷിയിടങ്ങൾ ഒന്നും സഹകരിക്കുന്നില്ല. ഉൾവലിഞ്ഞ് കൂട്ടായ്മകളിൽ നിന്ന്, നല്ല കൂട്ടായ്മകളിൽ നിന്നെല്ലാം അകന്നു പോകുന്നു. എന്തുമാത്രം സംഭവങ്ങളാണ് സംഭവിക്കുന്നത്. പ്രകൃതി പോലും നമ്മോട് സഹകരിക്കുന്നില്ല. പാപം ചെയ്യുന്ന ഒരു വ്യക്തിയോട് പ്രകൃതി സഹകരിക്കത്തില്ല. കൃഷി ചെയ്താൽ ഫലം ഉണ്ടാകത്തില്ല. പാപത്തിൻ്റെ പരിണിതഫല ഉൾവലിഞ്ഞു പോവുകയാണ്. ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ലാത്ത അവസ്ഥ വരിക. 60 വയസ്സേ ഉള്ളൂ പ്രായമായെന്ന് പറഞ്ഞ്, വയസ്സായെന്ന് പറഞ്ഞ് വീട്ടിനുള്ളിൽ കയറിയിരിക്കുന്നൊരു വ്യക്തി ഇങ്ങനെ ചെയ്യാൻ പോകുന്നറിയുമോ? ആ വീട് സ്ഥലമെല്ലാം വിറ്റിട്ട് അത് കുറച്ച് പൈസ ബാങ്കിലിട്ടിട്ട് ജീവിക്കാനിരിക്കുക. പാപത്തിൻ്റെ പരിണിതഫലം അതാ. മകൻ ചോദിച്ചു, ബ്രദറെ, ഈ വീട് സ്ഥലമെല്ലാം വിൽക്കട്ടെ, നല്ല ഒന്നാന്തരം വീടും സ്ഥലവും. വിദേശത്ത് പോയി അധ്വാനിച്ച് കൊണ്ടുവന്ന ആ വസ്തുക്കള്, അതുകൊണ്ട് വാങ്ങിച്ച മനോഹരമായ ഭവനവും ഒക്കെ വിൽക്കുവാൻ താല്പര്യം വരുന്നത് എന്തുകൊണ്ടാണ്? ഹൃദയത്തിൽ പാപം കുടിയിരിക്കുന്നത് കൊണ്ടാണ്. പാപത്തിൽ നിന്ന്, പാപ സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. കാരണം അദ്ദേഹം ഒരു സ്വവർഗ ഭോഗിയാണ്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന അടുത്ത് വരുമ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന സ്വവർഗ ഭോഗിയാണ്. കാരണം വിദേശ രാജ്യത്ത് ജോലി ചെയ്തപ്പോൾ, ഗൾഫിലെങ്ങാണ്ട് ജോലി ചെയ്തപ്പോൾ പറ്റിയ സംഭവം, അല്ലെങ്കിൽ നാട്ടിലുണ്ടായിരുന്നപ്പോൾ സംഭവിച്ച സംഭവം, അതങ്ങനെ പോയി ജീവിതം മുഴുവൻ ഇങ്ങനെ അങ്ങ് ജീവിക്കുകയായിരുന്നു. അതിനുശേഷം നാട്ടിലെത്തി ഇപ്പോൾ ഈ സാഹചര്യങ്ങളൊന്നും ഈ വ്യക്തിക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നില്ല. ഉൾവലിഞ്ഞ് ഇദ്ദേഹം ഒരു കട്ടിലിൽ തന്നെ ഇരിക്കും. രാവിലെ ഭക്ഷണം കഴിക്കും, കട്ടിലിൽ കേടും, പത്രം വായിച്ച് അവിടെ കിടന്നുറങ്ങും. ഉൾവലിവുണ്ടാവുകയാണ്. പ്രകൃതി പോലും ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നില്ല. ഉൾവലിഞ്ഞ് പോകുന്ന അവസ്ഥ കടന്നു വരുന്നത് പാപം കടന്നു വരുമ്പോഴാണ്. തന്നോട് തന്നെ അകൽച്ച തോന്നും, നെഗറ്റീവ് ചിന്ത, വിശ്വാസരാഹിത്യം, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, അലസത, ക്ഷീണം, തളർച്ച, ഒന്നും തന്നെ ഉൾക്കൊള്ളുവാൻ പറ്റാത്ത അവസ്ഥ. പാപത്തിൻ്റെ 4ാമത്തെ പരിണിതഫലം പാപം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്. TV കണ്ട് ഇങ്ങനെ ദിവസം മുഴുവൻ കഴിച്ചു കൂട്ടും. ഈ ലോകത്തിൻ്റെതായ ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളൊന്നും തന്നെ അനുഭവിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ നാം എത്തിച്ചേരുന്നത്, പ്രിയ ദൈവജനമേ, നാം പാപം ചെയ്യുന്നത് കൊണ്ടാണ്. ഈ പാപത്തിൽ നിന്ന് നാം ഒഴിഞ്ഞു മാറി ദൈവത്തിൻ്റെ വചനവും കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുമ്പോൾ ഈ പ്രകൃതി നമുക്ക് അനുകൂലമാവുകയാണ്. കൂട്ടുകെട്ട്, നല്ല കൂട്ടുകെട്ടിലേക്ക് നാം എത്തിച്ചേരുകയാണ്, മടങ്ങി വരികയാണ്. ധൂർത്തപുത്രൻ മടങ്ങി വന്നതുപോലെ നമുക്ക് ചിന്തിക്കും. ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളും ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഏതെല്ലാം തരത്തിലുള്ള പാപബന്ധനങ്ങളാണ് നമ്മളിലുള്ളത്. ആ പാപത്തിൻ്റെ പരിണിത ഫലത്തിലാണ് ഇന്ന് ഓരോ ദൈവമക്കളും ജീവിക്കുന്നത്. കാരണം പാപ സാഹചര്യത്തെയും നമുക്ക് ഉപേക്ഷിക്കുവാൻ സാധിക്കുന്നില്ല. പാപത്തെയും പാപ സാഹചര്യത്തെയും ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വെളിപ്പെടും. കാശ് ബാങ്കിൽ ജോലിയാ, പക്ഷേ ജോലി ചെയ്ത് അധ്വാനിച്ചു കൊണ്ടിരുന്ന ഫലമൊന്നും വീട്ടിൽ നിൽക്കുന്നില്ല. അതെല്ലാം നഷ്ടപ്പെടുകയാണ്. പ്രാർത്ഥിക്കാവോ? പ്രാർത്ഥിച്ചപ്പോൾ കണ്ടത് അവിടെ നിൽക്കുന്ന ഒരു സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധം. സത്യമോ? പറ്റുന്നില്ല. പാപത്തെയും പാപ സാഹചര്യത്തെയും ഉപേക്ഷിക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അധ്വാന ഫലം അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല. പാപത്തിൻ്റെ പരിണിത ഫലങ്ങളാണ്. ഈ പരിണിത ഫലങ്ങളെ ഈശോ 2000 വർഷങ്ങൾക്കപ്പുറം കാൽവരി മലയിൽ അവൻ ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധ കുർബാനയായിട്ട് യേശു മാറി. ഈ പരിണിത ഫലത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഒപ്പിയെടുക്കുവാൻ അവൻ പരിശുദ്ധ കുർബാനയായി അപ്പത്തിൻ്റെ സാദൃശ്യത്തിൽ അവൻ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വന്ന് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹത്തിൻ്റെ ജീവിതമാക്കി മാറ്റുകയെ. എപ്പോഴാ? പാപി അനുതപിക്കുമ്പോൾ. ഒരു ചേട്ടൻ്റെ മകൾക്ക് ജോലി കിട്ടുന്നില്ല. ഞാനപ്പോൾ പാലായിലുള്ള കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ഒരു ശുശ്രൂഷ സ്ഥലത്ത്, ഒരു ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇദ്ദേഹം എപ്പോഴും ദേവാലയത്തിൻ്റെ അടുത്ത് വരും, പുറകെ വരും. ഞാനിങ്ങനെ ഇപ്പോൾ കടന്നു പോകുമ്പോൾ ഇങ്ങനെ വന്നു, ബ്രദറെ, മകൾക്ക് ജോലി ആകുന്നില്ല, ഇൻ്റർവ്യൂ വരെ വരും, കിട്ടുന്നില്ല.
ജോലി എല്ലാം ശരിയാവും, പക്ഷേ അവസാന നിമിഷം തട്ടിപ്പോവുക. ഒന്ന് പ്രാർത്ഥിക്കാവോ? കുറേ പ്രാവശ്യം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒന്നും ഉത്തരം കാണുന്നില്ല. ഒരു പ്രമാണ ലംഘനം, ഒന്നാം പ്രമാണത്തിന്റെ ലംഘനം ഈശോ വെളിപ്പെടുത്തി. ആ സഹോദരനോട് ഒന്നാം പ്രമാണത്തിന്റെ ലംഘനം ഭവനത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ചേട്ടൻ്റെ ജീവിതത്തിൽ ഒന്നാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടോ? പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല. പെട്ടെന്ന് പറഞ്ഞ ആൻസർ പെട്ടെന്ന് അങ്ങനെ സംഭവമില്ല. ഇവിടെ അങ്ങനെ സംഭവമില്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ വെളിപ്പെടുത്തുന്ന ഇതാ, അങ്ങനെ സംഭവമില്ല. പിന്നെ നമുക്ക് എന്നാ പറയാൻ പറ്റുന്നത്? സ്വർഗം പറയുന്നു ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്, ഈ വ്യക്തി പറയുന്നു അങ്ങനെ സംഭവമേ ഇല്ലെന്ന് പറയുക. ഒന്നാം പ്രമാണത്തിന്റെ ലംഘനം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ഇവിടെ ഞാൻ അവസാനം ഒരു നിവൃത്തി കിട്ട് ഇദ്ദേഹം ഇങ്ങനെ വിളിക്കുകയും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു മോളെ ഒന്ന് ധ്യാനത്തിന് പറഞ്ഞു വിടാവോ എന്ന് ചോദിച്ചു. ഈ പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസത്തെ ധ്യാനത്തിൽ പറഞ്ഞു വിട്ടു. ഈ പെൺകുട്ടി കൗൺസിലിങ്ങിനായിട്ട് അടുത്തു വന്നിരിക്കുമ്പോൾ ഈ ഒന്നാം പ്രമാണത്തിന്റെ ലംഘനം വെളിപ്പെട്ടു. ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു വ്യക്തി വ്യാജ പ്രവചനം നടത്തുന്ന ഒരു വ്യക്തിയുണ്ട്. ഒരു കണിയാൻ ഞങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു വ്യക്തി ഈ പ്രവൃത്തി ചെയ്യുന്നത്, ഒന്നാം പ്രമാണത്തിന്റെ ലംഘന പ്രവൃത്തി കുടുംബത്തിലുള്ളൊരു വ്യക്തിയാണ്. ഈ വ്യക്തി പരിശുദ്ധാത്മാവിലൂടെ അല്ല പ്രവചനം നടത്തിയത്, അശുദ്ധാത്മാവിലൂടെ പ്രവചനം നടത്തി. അന്ധവിശ്വാസങ്ങളിലൂടെ വ്യാപരിക്കുന്ന ആ മനുഷ്യൻ, അദ്ദേഹം ഈ കുട്ടിയെക്കുറിച്ച് പ്രവചിച്ചു വെച്ചു, ഇവൾക്ക് 27ാമത്തെ വയസ്സിൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ എന്നുള്ള വ്യാജ പ്രവചനം നടത്തിയപ്പോൾ ഈ അപ്പൻ ഈ വ്യാജ പ്രവചനത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് അതിനെ അപ്പോൾ വിശ്വസിച്ചിരുന്നു. ആ സമയത്ത് അതിനെ വിശ്വസിച്ചു. ഇതാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നത്. ഞാൻ കൗൺസിലിംഗ് കഴിഞ്ഞു, അപ്പനോടൊന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പം ഇത് വിശ്വസിച്ച് ആരാ? ഞാൻ കുട്ടിയോട് ചോദിച്ചപ്പോൾ ഈ കുട്ടി പറഞ്ഞു അപ്പനാണ്. അപ്പൻ ഇതിനെ കുറിച്ച് അന്വേഷിച്ച് അപ്പനോടാണ് ഇത് പറഞ്ഞത്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് 27 വയസ്സാകാതെ ജോലി കിട്ടുന്നത്. 25 വയസ്സുള്ള ഈ പെൺകുട്ടിക്ക് ജോലി കിട്ടണം എത്ര വയസ്സാണ്? 27 വയസ്സാകണം. കാരണം വ്യാജ പ്രവചനത്തെ വിശ്വസിച്ചതിലൂടെ അശുദ്ധാത്മാവ് കടന്നു വന്ന് ഈ വ്യക്തിയെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഇതാണ് പരിശുദ്ധാത്മാവ് കാണിച്ചു തന്ന കാര്യം. ഇത് ഈ അപ്പം വിളിച്ചു. ഞാൻ ഈ കാര്യം ഇത് ഒത്തിരി പേരെ കൗൺസിലിംഗ് എടുത്തുകൊണ്ട് ഇത് ആരുടെ കാര്യം, ഇത് ഈ കൊച്ചിൻ്റെ കാര്യം ഞാനങ്ങ് പെട്ടെന്ന് വിട്ടുപോയി. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്നാ ഞാൻ മോളോട് പറഞ്ഞു ഒന്നാം പ്രമാണത്തിന് ലംഘനം ഉണ്ടെന്നാ. അത് ബ്രദർ പണ്ട് ഞാൻ അവിടെ വരുമ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നില്ല ഒന്നാം പ്രമാണത്തിന് ലംഘനമുണ്ട്, അതുകൊണ്ടാണ് ഈ മകൾക്ക് ജോലി കിട്ടാത്തതെന്ന് ബ്രദർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഞാനങ്ങനെ പോയിട്ടില്ല എന്നുള്ള പിന്നെയും ന്യായീകരിക്കും അദ്ദേഹം. അവസാനം ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കുട്ടി യഥാർത്ഥ കാര്യത്തിലെത്തി. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടനിത് ആ സമയത്ത് വിശ്വസിച്ചില്ലേ? വിശ്വസിച്ചു. ആ വിശ്വാസം ആ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിലയുറപ്പിച്ച് കിടക്കുന്നുണ്ട്. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ അത് നിലയുറപ്പിച്ച് കിടക്കുന്നുണ്ട്. കരമുയർത്തുന്നു, സ്തുതിക്കാമോ? ഹാലലുയ്യ, 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 ഹാലലുയ്യ. പ്രാർത്ഥിച്ച് എല്ലാവരും അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചേ, ശക്തി നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചേ, വലിയ അഭിഷേകം നിറയട്ടെ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. അപ്പോൾ സർപ്പം, വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 17-ാം തിരുവചനം. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു, ദൈവകൽപ്പനകളും കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിക്കുന്നവരോട് അത് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അത് സമുദ്രത്തിന്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. ദൈവകൽപ്പന കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ, പരിശുദ്ധ അമ്മയുടെ സന്താനങ്ങളിൽ ശേഷിക്കുന്നവരോട് യുദ്ധം ചെയ്യുവാൻ അത് പുറപ്പെട്ടു. അത് സമുദ്രത്തിന്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. പ്രിയ ദൈവജനമേ, ഈ വ്യാജ പ്രവചനം ഈ സഹോദരന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിലയുറപ്പിച്ചു. സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പന കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിക്കുന്നവരോട് യുദ്ധം ചെയ്യുവാൻ അത് പുറപ്പെട്ടു. അത് സമുദ്രത്തിന്റെ മണൽത്തിട്ടയിൽ അടിത്തട്ടിൽ അത് നിലയുറപ്പിച്ചു.
ഈ വ്യാജ പ്രവചനത്തെ ആ സമയത്ത് വിശ്വസിച്ചപ്പോൾ ഈ നെഗറ്റീവ് പവർ ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിലയുറപ്പിച്ചു. ഈ അവിശ്വാസം, ഈ അന്ധവിശ്വാസം ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ളത് കൊണ്ട് ഇദ്ദേഹം എന്തു ചെയ്യുമെന്നറിയാമോ? ഈ പ്രവൃത്തിയെ ന്യായീകരിക്കുവാൻ തുടങ്ങി. അങ്ങനെയില്ല, അതങ്ങ് അതിലോട്ട് പോകുന്നില്ല, അതിനെ ഇങ്ങനെ വളച്ചൊടിച്ച് കൊണ്ടുപോവുക. അപ്പം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, സഹോദരൻ അന്നേരം ആ പറഞ്ഞ സമയത്ത് വിശ്വസിച്ച് ആ അവിശ്വാസം ഹൃദയത്തിൻ്റെ അടിത്തട്ട് നിലയുറപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇൻ്റർവ്യൂ കഴിഞ്ഞു കഴിയുമ്പോൾ ഇവക്ക് എല്ലാം സാധ്യതയും ഉണ്ടായിട്ടും സാധ്യത തെളിയാത്തത് ചേട്ടൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അന്ധവിശ്വാസത്തിൻ്റെ അവസ്ഥയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഈശോയെന്നൊന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? പ്രിയപ്പെട്ടവരെ, അവിശ്വാസം എപ്പോൾ കടന്നു വന്നാൽ അത് ഉള്ളിൽ കിടക്കാം. അതുകൊണ്ട് ഇതിൽ നിന്ന് വ്യതിചലിച്ച് വഴി തെറ്റിച്ചുകൊണ്ട് കൊണ്ടുപോവുക. ഇപ്പം ഞാൻ പറഞ്ഞ ചേട്ടൻ ന്യായീകരിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം പറുദീസ നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ന്യായീകരിച്ചിട്ട് ഒരു കാര്യമില്ല. ആദിമാതാപിതാക്കളെ ന്യായീകരിച്ചു. ഹവ്വ പറഞ്ഞെന്താ? സർപ്പം തന്നതുകൊണ്ടാ. ആദം പറഞ്ഞെന്താ? അവള് തന്നുകൊണ്ട് തിന്നതാ. ഇതൊന്നും ന്യായീകരിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവിടെ അനുതാപം കടന്നു വരാത്തത് കൊണ്ട് പ്രിയ ദൈവജനമേ, പറുദീസ ആദിമാതാപിതാക്കൾക്ക് നഷ്ടമായെങ്കിൽ നാം പ്രമാണ ലംഘനങ്ങളിലൂടെ കടന്നുപോയി നമ്മുടെ ഹൃദയതലങ്ങളിൽ അനുതാപം കടന്നു വരുന്നില്ല എങ്കിൽ ഒരു കാരണവശാലും ദൈവരാജ്യം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല. പാപത്തിന്റെ വഴിയിലൂടെ കടന്നുപോയൊരു സഹോദരി ദ്രവ്യത്തോട് ആസക്തി കടന്നു വരികയാണ്. സമ്പത്തുണ്ടാക്കണമെന്നുള്ള ആഗ്രഹം ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ അത് വലിയ തകർച്ചയ്ക്ക് കാരണമായി. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയോടെ ജീവിക്കാനുള്ള അവസ്ഥയ്ക്ക് ആ അവസ്ഥ തകർന്നു തരിപ്പണമായി. കുഞ്ഞിനോട് മകളോട് ഒന്നിച്ച് ജീവിക്കുവാനുള്ള ആ അവസ്ഥ തകർക്കപ്പെടുകയാണ്. കാരണം ഹൃദയതലങ്ങളിൽ കടന്നു വന്ന പണത്തിനോടുള്ള സമ്പത്തിനോടുള്ള ആസക്തി പാപമായിട്ട് ഹൃദയതലങ്ങളിൽ കുടിയിരിക്കുന്ന പാപത്തിന്റെ ബന്ധനോ, ലാവിഷായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ജീവിക്കുന്ന പോലെ അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹം പാപമാ. സമ്പത്തുണ്ടാക്കണമെന്നുള്ള ദ്രവ്യാസക്തി പാപമാ. അത് ഹൃദയത്തിനുള്ളിലേക്ക് കടന്നു വന്നപ്പോൾ അത് വലിയ തകർച്ചയായിട്ട് മാറുകയാണ്. ജീവിത പങ്കാളി വിദേശത്തുണ്ട്, ആവശ്യത്തിന് സമ്പത്ത് ഭവനത്തിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്, തൃപ്തിയോടെ ജീവിക്കുവാനുള്ള സാഹചര്യം. ആ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഈ സഹോദരിയുടെ ഹൃദയത്തിൽ പാപം മുളയെടുത്തു. എങ്ങനെ ജീവിക്കണമെന്ന് അങ്ങേപ്പുറത്തൊക്കെ ജീവിക്കുന്ന വലിയ വ്യക്തികളുടെ ജീവിതം കണ്ടുകൊണ്ട് അങ്ങനെ ജീവിക്കണമെന്നുള്ള ആർത്തി, ലോകത്തോടുള്ള ആർത്തി കടന്നു വന്നപ്പോൾ ജീവിതം പരാജയത്തിലേക്ക് കടന്നുപോയി, വൻ തകർച്ചയിലേക്ക് ജീവിതം കടന്നു പോവുക. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കുടുംബത്തിലുള്ള വ്യക്തികൾ ധ്യാനത്തിന് വന്നപ്പോൾ ഈ സഹോദരിയോട് പറഞ്ഞു, കുത്തിയിരുന്ന് മണലെ മുട്ടുകുത്തിയെന്ന് അനുദപിച്ച് പ്രാർത്ഥിക്കാൻ. ഈ സഹോദരി ചെയ്ത പ്രവൃത്തി എന്തെന്നറിയുമോ? ഭർത്താവിൽ നിന്നകുന്നു. ഭർത്താവിൻ്റെ കുടുംബത്തിൽ ജീവിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയെ. കാരണം കാണാവുന്നവരോട് മുഴുവൻ പണം മേടിച്ചു. ഏകദേശം 50 പവനോളം സ്വർണം കൈവശം ഉണ്ടായിരുന്ന എല്ലാം വിറ്റുമുടിച്ചു. ജീവിത പങ്കാളി വിദേശത്ത് അയച്ചു കൊണ്ടുവന്ന് കൊടുത്തിരുന്ന സമ്പത്ത് മുഴുവൻ നശിപ്പിച്ചു. സഹോദരങ്ങളോടെല്ലാം, ഭർത്താവിൻ്റെ സഹോദരങ്ങളോട് വാങ്ങിക്കാവുന്നത് മുഴുവൻ വാങ്ങിച്ചു. കൗൺസിലിംഗ് വരുമ്പോൾ വ്യക്തമായിട്ട് നമ്മുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ കള്ളത്തരം, ചതി, വഞ്ചന, ഈ 3 കാര്യം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത്. കുടുംബത്തിൽ നിന്ന് അമ്മായിയമ്മ കടന്നു വന്നപ്പോൾ അമ്മായിയമ്മ ഈ 3 കാര്യം പറഞ്ഞ്, ചതിയുണ്ട്, വഞ്ചനയുണ്ട്, കള്ളത്തരമുണ്ട്. പരിശുദ്ധാത്മാവ് പറഞ്ഞു അത് തന്നെ. ഈ സഹോദരി കൗൺസിലിംഗ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങളാണ് അമ്മായിയമ്മ അടുത്തു വന്ന് വ്യക്തമായിട്ട് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, അമ്മായിയമ്മ പറയുന്നതുമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല. സ്വർഗം നമ്മളെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കും. ഓരോ പ്രവൃത്തിയും ദൈവം കണ്ടുകൊണ്ടായിരിക്കുന്നത്. പ്രിയപ്പെട്ട, തകർച്ചയിലേക്ക് പോവുക, ദാരിദ്ര്യത്തിലേക്ക് പോവുക. കാരണം പാപം ഹൃദയത്തിൽ വന്നു നിന്നപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു. ധൂർത്തപുത്രന്റെ ഉപമ ഈശോ പഠിപ്പിക്കുന്നത് ഇതാ. അവനെല്ലാം വിറ്റ് ദൂരദേശത്തേക്ക് പോവുകയാണ്.
ദൂരദേശത്ത് പോയി അവൻ ജീവിക്കുക. കാരണം ആദ്യം അവൻ്റെ ഹൃദയത്തിൽ ദൂരദേശത്തെക്കുറിച്ച് ഒരു കേൾവി ഉണ്ടായി. ബാംഗ്ലൂർ പോയി ജീവിച്ചാൽ അടിച്ചു പിടിച്ച് പാപം ചെയ്ത് ജീവിക്കാം. ഇവിടെ അപ്പൻ്റെ കൂട്ടത്തിലാണെങ്കിൽ മദ്യപിച്ചിങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൻ വഴക്ക് പറയും. അപ്പൻ ചിലപ്പോൾ ഇറക്കിയിടും പാപം ചെയ്യുന്ന കാണുമ്പോൾ. അതുകൊണ്ട് നീ എല്ലാം വാങ്ങിച്ചുകൊണ്ട് നീ ദൂരദേശത്തേക്ക് പോകുകയും അവിടെ നന്നായിട്ട് ജീവിക്കുവാൻ സാത്താൻ ഉള്ളിൽ ഉൾപ്രേരണ കൊടുത്തപ്പോൾ അതെങ്ങനെ കേൾവിയിലൂടെ വന്ന പാപമായിരിക്കാം. അവിടെ ഇങ്ങനെ ജീവിക്കാമെന്ന് ഇവൻ കേട്ടിട്ടുണ്ട്. ധൂർത്തപുത്രൻ ദൂരദേശത്ത് ഇന്ന സ്ഥലത്ത് പോയി ഇങ്ങനെ ജീവിക്കാമെന്ന് അവൻ കേട്ടപ്പോൾ അവൻ്റെ ആഗ്രഹം പാപമായിട്ട് പരിണമിച്ചു. അത് ദൈവത്തിൽ നിന്ന് അകന്നു. ആ ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ്റെ കുടുംബത്തിൽ നിന്ന് അവൻ അകലുവാൻ തീരുമാനമെടുക്കുക. കുടുംബത്തിൽ നിന്ന് ഇവൻ അകന്നിട്ട് എന്ത് ചെയ്തു? കുടുംബത്തിലുള്ള സ്വത്തും മേടിച്ച് അവൻ ദൂരദേശത്ത് പോയി ദൂർത്തനായിട്ട് പാപം ചെയ്ത് ഇവൻ ജീവിക്കുക. അപ്പൊ എവിടെ ആദ്യം പാപം കടന്നു വന്നേ? ഹൃദയത്തിലാ. ഈ സഹോദരി ഇങ്ങനെ ജീവിക്കുക. എങ്ങനെയൊക്കെ കളിപ്പിച്ച് പൈസ മേടിക്കാവോ അങ്ങനെയെല്ലാം കളിപ്പിച്ച് സമ്പത്ത് മേടിക്കുക. ഇതിനെല്ലാം ഓരോ ചില്ലിക്കാശിനും ദൈവസന്നിധിയിൽ ഉത്തരം കൊടുക്കേണ്ടതാ. അന്യായമായിട്ട് സമ്പത്ത് കൈവശം വന്നിട്ടുണ്ടെങ്കിൽ സക്കേയൂസ് ചെയ്ത പ്രവൃത്തി എന്താ? 4 ഇരട്ടിയായിട്ട് തിരികെ കൊടുത്തു. മക്കളെ, ദ്രവ്യാസക്തി വിട്ടുപോകുവാൻ വേണ്ടി തൻ്റെ ഉണ്ടായിരുന്ന സമ്പത്തിൻ്റെ പകുതി വിറ്റ് ദരിദ്രർക്ക് കൊടുത്തു. ഈ സാമ്പത്തികമായ ആഗ്രഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വിടുതൽ പ്രാപിക്കുവാൻ സക്കേ ചെയ്ത പ്രവൃത്തി അത്. അപ്പോൾ ദൈവം എന്താ പറഞ്ഞേ? ഈശോ എന്താ പറഞ്ഞേ? സക്കേ, ഇന്ന് നിന്റെ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. അവൻ ആ തലങ്ങളിൽ നിന്ന്, ദ്രവ്യാസക്തിയുടെ തലങ്ങളിൽ നിന്ന് അവൻ പടിയിറങ്ങി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവാനുഗ്രഹം ഭവനത്തിലേക്ക് കടന്നു വന്നു. ഒരു വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ കുടുംബം രക്ഷ പ്രാപിക്കും. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? ആ പ്രവൃത്തിയുടെ പരിണിതഫലം എന്നാ? കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ ഈ സഹോദരിക്ക് വരിക. കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക. നിവൃത്തി കെട്ടു. എവിടെ നിന്നെല്ലാം മേടിക്കാവോ അവിടെ നിന്നെല്ലാം മേടിച്ചു വെച്ചിരിക്കുന്നുണ്ട്. മേടിച്ചവരെല്ലാം ഈ സമ്പത്ത് അന്വേഷിച്ചു വന്നപ്പോൾ അവിടം വിട്ടുപോവുക. അന്നേരം ചെയ്തൊരു പ്രവൃത്തി എന്നറിയുമോ? അമ്മായിയമ്മയെ ജീവിത പങ്കാളിയായിട്ട് അകത്താനുള്ള പ്രേരണ പിശാച് ഉള്ളി കൊടുക്കുക. അമ്മായിയമ്മയായിട്ട് അടുത്ത് നിന്നാൽ എന്ത് സംഭവിക്കുന്നത്? ഈ കള്ളത്തരങ്ങളെല്ലാം വെളിപ്പെടുമ്പോൾ പ്രശ്നമാവും. ഇപ്പൊ ജീവിത പങ്കാളിയെ അമ്മായിയമ്മയിൽ നിന്ന് വേർതിരിച്ച് നിർത്തിയാൽ ഈ പ്രശ്നം മാറും. അതുകൊണ്ട് നാട്ടിലേക്ക് ഭർത്താവ് കടന്നു വന്നപ്പോൾ ഈ അമ്മായിയമ്മയെക്കുറിച്ച് ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു കേൾപ്പിച്ച് ഈ അമ്മായിയമ്മയിൽ നിന്ന് ഈ അമ്മയും മകനുമായിട്ടുള്ള ബന്ധത്തെ വിച്ഛേദിപ്പിക്കുവാൻ സാത്താൻ ഉള്ളിൽ പ്രേരണ കൊടുക്കുക. പാപ പൈശാചികതയാ. ഇവിടെ അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ജീവിത പങ്കാളിക്ക് അമ്മായിയമ്മയോട് വെറുപ്പായി. സ്വന്തം അമ്മയോട് ജീവിത പങ്കാളിക്ക് വെറുപ്പാവുക. പാപമാ. അവരുടെ കണ്ണുനീര് ഇറ്റിട്ട് വീഴുന്നത് ജീവിതത്തിലേക്കാ. അപകടമാ. ഭവനം വിട്ട് ഇറങ്ങിപ്പോകേണ്ട ഗതികേടിലേക്ക് അത് എത്തുക. വീട് വിട്ട് എന്തോ ആവശ്യത്തിന് വേണ്ടി, എന്തോ കാര്യത്തിന് വേണ്ടി ദേവാലയത്തിലേക്ക് കടന്നുപോയപ്പോൾ പൈസ മേടിച്ചവര് വീട്ടിൽ വന്ന് പിരിച്ച് വീട്ടിൽ കയറാൻ പറ്റുന്നില്ല. പിന്നെ പോകുന്നത് ട്രെയിനിന് തലവെച്ച് തീർത്തേക്കാമെന്ന് ഓർത്ത് മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത്. അമ്മച്ചി പറഞ്ഞെന്തറിയുമോ? മൊബൈൽ വിളിക്കുമ്പോൾ പിന്നെ മൊബൈൽ എടുക്കുന്നില്ല. ഈ വിളിച്ചപ്പോൾ നീ എവിടെയാ? ഞാൻ പള്ളിയിലുണ്ട്. അച്ഛനോടൊന്ന് സംസാരിക്കാൻ വേണ്ടി വന്ന. പിന്നീട് മൊബൈൽ എടുക്കുമ്പോൾ പിന്നെ ഈ അമ്മച്ചി വിളിച്ച് പറഞ്ഞു, മോളെ ഇവിടെ ആൾക്കാർ വന്നിരിക്കുക, ഇനി എന്താ ചെയ്യുന്നേ? പിന്നീട് അന്നേരം തന്നെ ഈ മൊബൈൽ ഓഫ് ചെയ്തു. പിന്നീട് പോകുന്ന ആത്മഹത്യ പ്രവണത കൊടുത്തുകൊണ്ട് സാത്താൻ നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവുക. എങ്ങനെ സംഭവിച്ച? ധനത്തോടുള്ള ആസക്തി ദൈവത്തിൽ നിന്ന് അകറ്റി പിന്നെ കൊണ്ടുപോകുന്ന എങ്ങോട്ടാ? നാട്ടിൽ നിൽക്കാൻ മേലാത്ത അവസ്ഥയായി. ഇവിടെ ഭവനം ഇവളെ റിജക്റ്റ് ചെയ്തു, തള്ളിപ്പറഞ്ഞു. ഇവളുടെ ജീവിത സാഹചര്യങ്ങൾ ഇവളെ തള്ളിപ്പറയുക. കുഞ്ഞിനോട് ഒന്നിച്ച് ജീവിക്കുവാനുള്ള സാഹചര്യം ഇവളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയാണ്. കുഞ്ഞുമായിട്ട് ഒരു മകളെ ഉള്ളൂ, അതിൻ്റെ കൂടെ ജീവിക്കുവാനുള്ള സാഹചര്യം മാറിപ്പോവുക. പ്രശ്നമാ. പാപത്തിൻ്റെ പരിണിതമല്ല. നമ്മൾ നോക്കിയാൽ നിസ്സാര പാപമേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ജീവിക്കണമെന്നുള്ള ഒരാഗ്രഹം.
ഭർത്താവോട് അധ്വാനിക്കുന്നുണ്ട്, അതിനേക്കാൾ ഉപരിയായിട്ട് ഭർത്താവിനോട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ തക്ക വിധത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം ഹൃദയത്തിൽ കണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവരവിടെ ദൈവം ഇല്ല. ഇവളുടെ പ്രവൃത്തിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ല. സ്വന്തം ജീവിക്കാനുള്ള വ്യഗ്രതയാണ്. വണ്ടിയൊക്കെ ഉണ്ട്, ഒരു വണ്ടി, കാറുമുണ്ട്, സ്കൂട്ടറൊക്കെ ഉണ്ട്. പക്ഷേ ധൂർത്തപുത്രന്റെ ആ ധൂർത്തിന്റെ അരുവി കടന്നു വരുമ്പോൾ ആലപ്പുഴയ്ക്ക് അല്ലെങ്കിൽ പാലായ്ക്ക് പോകണമെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് സ്റ്റാൻഡിലിൻ്റെ അവിടെ അല്ലെങ്കിൽ അടുത്തുള്ള സ്ഥലത്ത് വണ്ടി വെച്ചിട്ട് സ്കൂട്ടർ വെച്ചിട്ട് പിന്നെ അടുത്ത് പോകുന്ന കാറ് വിളിച്ചായിരിക്കും. കാരണം ധൂർത്തിന്റെ ദുരാത്മാവാ. ഈ കടം മേടിച്ച പൈസ ധൂർത്തടിച്ച് നശിപ്പിക്കുക. ധൂർത്തിന്റെ ദുരാത്മാവ് കയറി കഴിഞ്ഞാൽ തീർന്ന് ജീവിതം തീരുക. പിന്നെ പ്രിയപ്പെട്ടവരെ, സാഹചര്യങ്ങൾ മുഴുവൻ റിജക്റ്റ് ചെയ്തു. അവസാനം റെയിൽവേ ട്രാക്കിൽ പോയി തലവച്ചേക്കാമെന്ന് ഓർത്ത് പോകുന്ന സമയത്ത് ഈ ഓഫ് ചെയ്ത മൊബൈൽ ഫോൺ ഓൺ ആവുക. എങ്ങനെ ഓണായെന്നറിയത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ ഇടപെട്ട്. പ്രിയപ്പെട്ടവരെ, ഒരു ഫോൺ ബെല്ലടിച്ചു. പെട്ടെന്ന് എടുത്തേക്കാന്നോർത്ത് ഫോൺ എടുത്തപ്പോൾ ഒരു സിസ്റ്ററാണ് വിളിക്കുന്നേ. മോളെ, നീ എങ്ങോട്ട് പോകണ്ട, എൻ്റെ അടുത്തേക്ക് പോരാൻ പറഞ്ഞു. അങ്ങനെ സിസ്റ്റർ കൂട്ടിക്കൊണ്ട് പോരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഭവനത്തിലായിരുന്ന അമ്മച്ചിക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റത്തില്ല. അമ്മച്ചി തീരെ വയ്യാത്ത അവസ്ഥയാണ്. ശരീരത്തിൽ ആകപ്പാടെ രോഗപീഠകൾ. ഈ പ്രശ്നങ്ങളെല്ലാം വന്നപ്പോൾ അമ്മച്ചിയുടെ ശരീരത്തിലെ വേദനകൾ അത് രോഗങ്ങളായിട്ട് വെളിപ്പെടാൻ തുടങ്ങി. നീറുന്ന അവസ്ഥകൾ അത് രോഗങ്ങളായിട്ട് മാറുക. കുഞ്ഞിനെ നോക്കാൻ സാധിക്കാതെ വന്നപ്പോൾ കുഞ്ഞങ്ങോട്ട് പോയി. അമ്മയൊരു മഠത്തിലാണെങ്കിൽ കുഞ്ഞ് മറ്റൊരു മഠത്തിലേക്ക് പോയി. റിജക്റ്റ് ചെയ്യുക, ദേശം റിജക്റ്റ് ചെയ്യുക, ഭവനം റിജക്റ്റ് ചെയ്യുക, തന്നെയും തൻ്റെ കുഞ്ഞിനെയും ആ ദേശം റിജക്റ്റ് ചെയ്തു. ജീവിത പങ്കാളി വിദേശത്ത്, കുഞ്ഞ് ഒരു മഠത്തിലാണെങ്കിൽ ഇവള് മറ്റൊരു മഠത്തിൽ. ഇവിടെ പാപത്തിന്റെ പരിണിത ഫല. ഞാൻ ഈ കുടുംബത്തിലുള്ള മക്കൾ പ്രാർത്ഥിക്കാണ്ട് വന്നപ്പോൾ ഈ സഹോദരിയോട് പറഞ്ഞു, സഹോദരി മണൽ വിരിച്ചിട്ട് മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇവിടെ ചെയ്ത പ്രവൃത്തി എന്നറിയുമോ? ഈ കുഞ്ഞിൻ്റെയും ഭർത്താവിൻ്റെയും ഫോട്ടോ എടുത്തു വെച്ചിട്ട് ഇവരുടെ ഒന്നിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി അവരെ നോക്കി പ്രാർത്ഥിച്ചു. മാനസാന്തരത്തിന്റെ ഫലങ്ങൾ അവിടെ പ്രകടമാകത്തില്ല. ചെയ്തു കൂട്ടിയ പാപത്തെ ഓർത്ത് അനുദപിച്ച് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവരാജ്യം കടന്നു വരുന്നത്. ചെയ്തു കൂട്ടിയ പാപത്തെ ഓർത്ത് അനുദപിക്കുമ്പോഴാണ് ദൈവരാജ്യം കടന്നു വരുന്നത്. പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞെങ്കിൽ പത്രോസ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പക്ഷേ അനുതാപത്തിന്റെ കണ്ണുനീര് പത്രോസിന് കടന്നു വന്നില്ല. പ്രിയപ്പെട്ടവരെ, പത്രോസ് അനുദപിച്ചപ്പോഴെന്നറിയുമോ? പത്രോസ് വീണ്ടും പഴയ പണിക്ക് പോയി. കടലിൽ മീൻ പിടിക്കുവാൻ വേണ്ടി പോയ പത്രോസ് വീശിയിട്ടൊന്നും കിട്ടാതെ വന്നപ്പോൾ പത്രോസ് ദൈവമേ എന്ന് വിളിച്ചു. എപ്പോഴാ ദൈവത്തെ വിളിക്കുന്നേ? ഒന്നും കിട്ടാതെ കടന്നു വരുന്ന സാഹചര്യങ്ങളിൽ ഞാനും നിങ്ങളും ആരെ വിളിക്കും? തമ്പുരാനെ വിളിക്കും. തമ്പുരാനെ എന്ന് വിളിക്കും, യേശുവേ എന്ന് വിളിക്കും. അങ്ങനെ യേശുവേ എന്ന് വിളിക്കുക. പത്രോസ് യേശുവിനെ വിളിച്ചപ്പോൾ പഴയ കാര്യങ്ങളെല്ലാം പത്രോസ് ഓർക്കും. യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ നല്ല സമൃദ്ധിയായിരുന്നു, നല്ല സന്തോഷമായിരുന്നു. അവൻ വീശിയിട്ടൊന്നും കിട്ടാതെ ക്ഷീണിച്ച് തളർന്നപ്പോൾ അവൻ പഴയ കാര്യങ്ങളിലേക്ക് നോക്കി, കണ്ണുനീരൊഴുക്കി. യേശുവിൻ്റെ കൂടെ ആയിരുന്നപ്പോൾ എത്ര നല്ലതായിരുന്നു, വചനത്തോട് ചേർന്ന് നിന്നപ്പോൾ ജീവിതം എത്ര സൗഭാഗ്യകരമായിരുന്നു. അവൻ കണ്ണുനീരൊഴുക്കുകയാ. പത്രോസ് കണ്ണുനീരൊഴുക്കി. മക്കളെ, അനുതാപത്തിന്റെ കണ്ണുനീര് പ്രകടമായപ്പോൾ പത്രോസിന്റെ മുമ്പിൽ യേശു പ്രത്യക്ഷനാകുക. പത്രോസ്, നീ ഇപ്പോൾ ഇടതു ചിന്തയിലാണ് നിൽക്കുന്നത്. നിന്റെ ചിന്താഗതി നെഗറ്റീവ് ആയതുകൊണ്ടാണ് നീ ഇടതുവശത്ത് വീശുന്നത്. ഇടതുവശത്ത് കടന്ന് കള്ളം പറഞ്ഞു, നീ ദേവപുത്രനാണെങ്കിൽ ഇറങ്ങി വന്ന് എന്നെ രക്ഷിക്കുക, നീ രക്ഷപ്പെടുക, എന്നെ രക്ഷിക്കുക. നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, ഈശോയെ നീ ദൈവമാണെങ്കിൽ ഇറങ്ങി വന്ന് ഈ അത്ഭുതം പ്രവർത്തിച്ചു, എനിക്ക് മകൾക്ക് ജോലി വാങ്ങിച്ചു തന്നാൽ, എൻ്റെ ഈ കടബാധയൊക്കെ മാറ്റി തന്നാൽ, എൻ്റെ ജീവിത പങ്കാളിയുടെ പ്രശ്നം മാറ്റി തന്നാൽ ഞാൻ നീ ദൈവമാണെന്ന് വിശ്വസിക്കാം. നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാൻ ദൈവമാണെന്ന് നിന്നെ വിശ്വസിക്കാം. ഇവരുടെ പാപത്തിൻ്റെ പരിണിത ഫലം കണ്ടോ? നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വന്ന് നിന്നെയും എന്നെയും രക്ഷിക്കുക. ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പുറത്ത് കിടന്ന കള്ളൻ, വലതുവശത്ത് കിടന്ന കള്ളൻ നെടുവീർപ്പെടുകയ. പാപത്തിന്റെ പരിണിതഫലമായിട്ട് കടന്നു വരുന്ന ശുചീകരണ സ്ഥലത്തിലെ നിത്യനരകാഗ്നിയെ കണ്ടുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുക. ആ വേദന കണ്ടുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുക, ദൈവമേ ഇനി കുരിശുമരം ഇറങ്ങിപ്പോരാൻ പറ്റത്തില്ല, കാരണം അവിടെ വെച്ച് മരിക്കാതെ യുവന്മാര് അത് നിറക്കത്തില്ല. കുരിശെ കയറിയിട്ടുണ്ടോ തീർച്ചയായിട്ടും അവിടെ വെച്ച് കൊന്നുകളയും. മരണം ഉറപ്പ് വരുത്തിയതിനു ശേഷം കുരിശിൽ നിന്ന് ശരീരം താഴെ ഇറക്കിയിട്ടുള്ളൂ.
അതുകൊണ്ട് മരണം ഉറപ്പാ. അവൻ പറഞ്ഞു, തീർച്ചയായും നീ കുരിശിൽ കയറിക്കുന്നത് എന്നെ രക്ഷിക്കുവാനാ. പറുദീസ, നഷ്ടപ്പെട്ട പറുദീസ, ഞാൻ പാപം ചെയ്തതിലൂടെ നഷ്ടപ്പെട്ട പറുദീസ തിരികെ നൽകുവാൻ വേണ്ടിയാ നീ കുരിശിൽ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നീ എന്നെ കൂടെ ഓർത്താ മാത്രം മതി. പറുദീസ ഉറപ്പാ. നീ ഒന്ന് ഓർത്താൽ പറുദീസ എനിക്ക് ഉറപ്പാണെന്ന് നല്ല കള്ളൻ വിശ്വസിക്കുക. അവന്റെ പ്രാർത്ഥന അങ്ങനെയാ, പിതാവേ, ദൈവമേ, യേശുവേ, നീ പറുദീസയിലായിരിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണേ. പറുദീസ പിന്നീടാണോ കിട്ടിയേ? പിന്നീടാണോ? ഞാനുപദേശിച്ചാൽ പറുദീസ നേരെ മക്കളെ. ഭർത്താവിന്റെയും കൊച്ചിന്റെയും ഫോട്ടോ വെച്ചിട്ട് ഇവരെ തിരികെ കിട്ടണമെങ്കിൽ ഇതിന് കാരണം എന്താ? ചെയ്തു കൂട്ടിയ അപരാധങ്ങള്, പാപങ്ങള് ഇതിന് തടസ്സമായിട്ട് നിൽക്കുകയാ. ചെയ്തു കൂട്ടിയ തിന്മയുടെ പ്രവർത്തികള് ഇവരുമായിട്ട് ഒന്നിച്ച് ജീവിക്കുവാൻ തടസ്സം നിൽക്കുക. അനുതപിച്ച് എപ്രകാരം പ്രാർത്ഥിക്കണം? ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് അനുതപിക്കണം. നല്ലകളൻ അനുതപിക്ക് കുരിശിൽ കിടന്നുകൊണ്ട് ഒത്തിരിയേറെ തെറ്റ് ചെയ്തു പോയി. അതുകൊണ്ട് പറുദീസയ്ക്ക് ഞാൻ യോഗ്യനല്ല. അവൻ ഉറപ്പാ പറുദീസ കിട്ടത്തില്ലെന്ന്. കാരണം കുമ്പസാരിച്ചിട്ടില്ല, പാപം ഏറ്റു പറഞ്ഞിട്ടില്ല. അവൻ കുരിശിൽ കിടന്നുകൊണ്ട് നല്ല കള്ളൻ തൻ്റെ പാപത്തെ ഓർത്ത് അനുതപിച്ച് മക്കളെ, ചെയ്തു പോയ പാപത്തെ ഓർത്ത് അനുതപിക്കുമ്പോഴാണ് ദൈവരാജ്യം ഉറപ്പായിട്ട് നമുക്ക് കിട്ടുന്നത്. കിട്ടത്തില്ലെങ്കിൽ ദൈവരാജ്യം കിട്ടത്തില്ല. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയില. അമ്മ നന്നായിട്ട് ഇതെല്ലാം പാപമൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് ഭക്ഷിച്ച് ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞ് 4 കണ്ട് പഠിക്കുന്ന കൊച്ചാ, ആ കുട്ടി പറഞ്ഞ കാര്യം, അമ്മയുടെ കൂടെ ജീവിക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കുവാൻ സാധിക്കുന്നില്ല. വിശപ്പ് കെട്ടുള്ള ജീവിതം. പ്രിയപ്പെട്ടവരെ, അമ്മ ഭക്ഷിക്കുമ്പോൾ മകള് വിശപ്പിന്റെ നേരെ നിൽക്കുകയാ. അവൾക്ക് വിശക്കുന്നില്ല, അവളുടെ വിശപ്പ് കെട്ടുപോയി. അമ്മയുടെ സ്നേഹം കിട്ടുവാൻ ആഗ്രഹിക്കുന്ന മകളുടെ വേദന പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയുക, അനുതപിക്കുക. പാപം ചെയ്ത ഓരോ വ്യക്തികളും ഞാനും നിങ്ങളും അനുതപിക്കാതെ ദൈവരാജ്യം നിങ്ങൾക്ക് ഒരിക്കലും ലഭ്യമാകത്തില്ല. ന്യായീകരിച്ച് പാപത്തെ മറച്ചു വെക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്കും ദൈവരാജ്യം അനുഭവിക്കുവാൻ സാധിക്കത്തില്ല. പത്രോസ് പറഞ്ഞു, വീശിയിട്ട് കിട്ടാത്ത കാരണം എൻ്റെ ഗുരുവിൽ നിന്ന് ഞാൻ അകന്നതുകൊണ്ടാ, ഗുരുവിനെ നിഷേധിച്ചതുകൊണ്ടാ, വചനത്തിൽ നിന്ന് അകന്നതുകൊണ്ടാ എന്ന് തിരിച്ചറിഞ്ഞ് പത്രോസ് യേശുവെ എന്ന് വിളിക്കുമ്പോൾ യേശു പ്രത്യക്ഷനായിട്ട് പത്രോസിനോട് പറഞ്ഞെന്താ? നീ വലതുവശത്തേക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തയിൽ നിന്നുകൊണ്ട്, നന്മയിൽ നിന്നുകൊണ്ട് വീശിയാൽ നിനക്ക് വല നിറയെ കിട്ടും. പത്രോസ് യേശു പറഞ്ഞ ആ സ്ഥലത്തേക്ക് വല ഇറക്കിയപ്പോൾ, വലതുവശത്തേക്ക് വല ഇറക്കിയപ്പോൾ വല നിറയെ കിട്ടുക. ചെയ്തു പോയ ചെയ്തികളെ ഓർത്ത്, പാപത്തെ ഓർത്ത് അനുതപിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നഷ്ടപ്പെട്ട ദൈവരാജ്യം എനിക്ക് നിങ്ങൾക്കും തിരികെ തരുന്ന തമ്പുരാന്റെ സ്നേഹമാണ്. കാൽവരിമലയില്, കുരിശുമരത്തില് വെളിപ്പെട്ട ദൈവത്തിന്റെ സ്നേഹം. അവൻ കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടി പ്രകാരം പ്രാർത്ഥിച്ചു. ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല. ഈ അമ്മ ഈ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവൾ ചെയ്യുന്നതെന്ന് ഇവൾ അറിയുന്നില്ല മക്കളെ. കാരണം ഇവൾ ചെയ്ത പാപം ഇവക്ക് മനസ്സിലാകുന്നില്ല. അന്ധതയിലാ, ആത്മീയമായിട്ട് അന്ധതയിൽ ജീവിക്കുക. ചെയ്തു പോയ പാപം എന്തെന്ന് തിരിച്ചറിയാത്ത ജീവിതം കാണാൻ പറ്റുമോ? പത്രോസ് തിരിച്ചറിയാതെ ജീവിച്ചപ്പം വീശിപ്പ് ഒന്നും കിട്ടുന്നില്ല. പ്രിയപ്പെട്ട, കടബാധ്യതകൾ മാറണം. അല്ലെങ്കിൽ കടം മേടിച്ചവര് അത് വേണ്ട എന്ന് വെക്കണം. ഇല്ലെങ്കിൽ കടം മേടിച്ചവരെന്ത് ചെയ്യും? അവളെ ഭവനത്തിൽ പ്രവേശിക്കത്തില്ല, അവളെ ആ നാട്ടിലടുപ്പിക്കത്തില്ല. പ്രശ്നമാ, പ്രതിസന്ധികളാ. ജീവിതത്തിൽ ഉണ്ടായിരുന്ന സൗഭാഗ്യം നഷ്ടപ്പെടാൻ കാരണം ചതി, വഞ്ചന, കള്ളത്തരം, സമ്പത്തിനോടുള്ള ആസക്തി. സമ്പത്തിനോടുള്ള ആസക്തി വന്നപ്പോഴാ ചതി വന്നേ, കള്ളത്തരം വന്നേ. പാപത്തിന്റെ പരിണിത ഫലങ്ങളാണ്. ദൈവത്തിൽ നിന്ന് അകന്നു. ആദ്യം സംഭവിച്ചത് സമ്പത്തിനോട് ആഗ്രഹം വന്നപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു. രണ്ടാമത് സംഭവിച്ചെന്താ? നുണയും ചതിയും വഞ്ചനയും അതിലൂടെ രൂപപ്പെടുകയാണ്. അതിനുശേഷം എന്ത് സംഭവിച്ചേ? ഭവനത്തിൽ നിന്ന് ഭവനം ഇവളെ റിജക്റ്റ് ചെയ്യുക. കുടുംബ ജീവിതത്തിൽ നിന്ന് ഇവൾ പുറം തള്ളപ്പെടുകയാണ്. ഭർത്താവിന് ആഗ്രഹമുണ്ട്,
ഇവിടെ തിരിച്ചു കൊണ്ടുപോകണത്. പക്ഷേ 8 ലക്ഷം രൂപ കടബാധ്യത നീക്കിക്കളയാതെ ഇവളോടുകൂടെ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഇവൾ അനുഭവിക്കാതെ ഒരു കാരണവശാലും ദൈവരാജ്യം അനുഭവിക്കുവാൻ ഇവൾക്കോ ഇവളുടെ കുഞ്ഞിനോ സാധിക്കത്തില്ല. രണ്ടുപേരും മടത്തില. അമ്മച്ചിക്ക് നോക്കാൻ പറ്റത്തില്ല. അപ്പച്ചൻ പോന്നാൽ കൊച്ചിന്റെ അപ്പം പോന്നാൽ കുടുംബത്തില് പട്ടിണി ഉറപ്പാ. കണ്ടോ പാപത്തിന്റെ പരിണിതഫലം. വിദേശത്ത് അധ്വാനിക്കുന്ന തുക അല്ലെങ്കിൽ ആ സമ്പത്ത് അനുഭവിക്കുവാൻ യോഗ്യതയില്ലാത്ത അവസ്ഥ കടന്നു വന്നത്. ഇതെല്ലാം കാരണം ഈ ലോകത്തോടുള്ള താല്പര്യം. അവർ ജീവിക്കുന്ന പോലെ ജീവിക്കണം, ഇവർ ജീവിക്കുന്ന പോലെ ജീവിക്കണം. നമുക്ക് കർത്താവ് ഒരു ജീവിക്കാനൊരു അവകാശവും അവസരമൊക്കെ തന്നിട്ടുണ്ട്. ഈ അവകാശത്തെ ചോദിച്ചു മേടിക്കണ്ടേ? ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പം ഈ പർദീസ, ഈ കാനാൻ ദേശം നമുക്ക് ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന, അവൻ നൽകുന്നതാണ് ഈ കാനാൻ ദേശം. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈ കാനാൻ ദേശം ലഭിക്കും. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റോമ 13:13 പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അഭിഹിത വീഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവാൻ ദുർമോഹത്തിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കരുത്. ദുർമോഹത്തിലേക്ക് ശരീരം കടന്നുപോയപ്പോൾ ഈ പരിണിത ഫലങ്ങളെല്ലാം ജീവിതത്തിലേക്ക് കടന്നു വന്നത്. കരങ്ങൾ ഉയർത്തി ഇങ്ങനെയുള്ള ദുർമോഹങ്ങൾ ശരീരത്തിൽ നിന്ന് പടിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകൻ 17:24 എല്ലാ അനീതികൾക്കും എതിരെ ജാഗരൂകത പാലിക്കുവിൻ എന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു. അയൽക്കാരനുള്ള കടമ അവിടുന്ന് ഓരോരുത്തരെയും പഠിപ്പിച്ചു. അയൽക്കാരനോടുള്ള കടമ അവരെ ദൈവം ഓർമ്മിപ്പിച്ചു. ഈ അയൽക്കാരനോട് ഈ കടം മേടിച്ചേ. അറിയാവുന്നവരോടെല്ലാം മേടിക്കുക. അവനോടുള്ളൊരു കടമയുണ്ട്. അവനെ അപകടത്തിൽപ്പെടുത്തുക. അവൻ്റെ കൊച്ചിൻ്റെ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ, മാലയായിരിക്കും, സ്വർണ്ണമൊക്കെ ആയിരിക്കാം, അതൊക്കെ മേടിച്ചെടുക്കുക നല്ല വാക്ക് പറഞ്ഞ്. അയൽവാസിയോട്, നിന്റെ തൊട്ടടുത്ത് നിന്റെ സുഹൃത്തിനോട് ദൈവം പറയാ കടമ അവിടുന്ന് അവരെ ഓർമ്മിപ്പിച്ചു. കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകൻ 15:11 എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത്, എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുകയില്ല. തൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് ഒരിക്കലും നീ പറയരുത്. നിന്റെ വീഴ്ചയ്ക്ക് കാരണം എന്താ? നിന്റെ പ്രവൃത്തി തന്നെയാ. കർത്താവാണെന്ന് നീ ഒരിക്കലും പറയരുത്. പത്രോസിന് വല വീശിയിട്ട് കിട്ടാതെ വന്നത് ദൈവത്തിന്റെ കുഴപ്പം കൊണ്ടാണോ പത്രോസിന്റെ കുഴപ്പം കൊണ്ടാണോ? പത്രോസ് അനുദപിച്ചപ്പം ഈ ദൈവരാജ്യം കിട്ടി. നല്ല കള്ളന് ദൈവരാജ്യം പരദീസ കിട്ടാഞ്ഞതിന്റെ കാരണം എന്താ? അവൻ അനുദപിക്കാഞ്ഞത് കൊണ്ടാ. കർത്താവിന്റെ പ്രവൃത്തിയല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവൃത്തിയുടെ പരിണിത ഫലമാണെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നാം പ്രവേശിക്കപ്പെടുകയാണ്. പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി, നെഗറ്റീവായിട്ടുള്ള അശുദ്ധമായിട്ടുള്ള എല്ലാ ചിന്താഗതികളും നമ്മളിൽ നിന്ന് പടിയിറങ്ങി ദൈവത്തിൻ്റെ വചനത്തിന് അനുസൃതമായി ജീവിക്കുവാനുള്ള വലിയ കൃപ എല്ലാ മക്കളിലേക്കും വന്ന് ഈ തിരുമണിക്കൂറിൽ നിറയട്ടെ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. യേശുവിനെ നാം ആരാധിക്കാൻ പോവുകയാണ്. ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ദൈവം നമുക്ക് വെളിപ്പെട്ട് കിട്ടിയാൽ, ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, പത്രോസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, പത്രോസിന് കിട്ടിയതുപോലെ, വലനിറയെ കിട്ടിയതുപോലെ ആത്മീയവും ഭൗതികമായ അനുഗ്രഹം തരുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ഈ തിരുമണിക്കൂറിൽ നമുക്ക് അനുദപിച്ച് കണ്ണുനീരൊഴുക്കി നാം ചെയ്തുപോയ ഓരോ പാപങ്ങളെയും എണ്ണിപ്പെറുക്കി കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് നല്ലൊരു കുമ്പസാരത്തിന് ഒരുങ്ങിക്കൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കരമുയർത്തി, സ്വരമുയർത്തി വിശ്വാസത്തോടെ സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തുന്ന വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? യേശുവേ നന്ദി. കാഴ്ചയായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന സമ്പത്തിനെ നമുക്ക് കർത്താവിന് കൊടുക്കാം. യേശുവിന് കൊടുക്കുക. ദ്രവ്യാസക്തി,
ഹൃദയതലങ്ങളിൽ നിന്ന് സമ്പത്തിനുള്ള ആർത്തി ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകുവാൻ സമർപ്പണം നടത്തുന്നേ. ഹൃദയത്തെയാണ് സമർപ്പിക്കുന്നത്. എനിക്കുള്ളതിനെ കർത്താവിന് വിട്ടുകൊടുക്കുവാനുള്ള ആ വലിയ കൃപയാണ് ഈ സമർപ്പണത്തിന് സമയത്ത് ദൈവം നമുക്ക് തരുന്നത്. ആ വിട്ടുകൊടുക്കുവാനുള്ള ആ കൃപ കിട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം അഭിവൃദ്ധി തരികയാണ്. കരങ്ങൾ ഉയർത്തി നമ്മൾ ദാനമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ദൈവത്തിന് സമർപ്പിക്കൊണ്ടിരിക്കുന്ന ഈ സമർപ്പണത്തെ കർത്താവേ, ആബേലിന്റെ ബലിയിൽ അവിടുന്ന് സംപ്രീതനായത് ആബേൽ തനിക്കുള്ളതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായതിനെ, ഏറ്റവും നല്ലതിനെ തന്നെ കർത്താവിന് ബലിയായി സമർപ്പിച്ചപ്പോൾ ആ ബലിയിൽ ദൈവം സംപ്രീതനായി. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഒന്ന് വിളിക്കാമോ? സ്വരമുയർത്തി ഒന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? യേശുവേ നന്ദി. നമുക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ട ധ്യാനത്തിന് ഇനി അടുത്ത മാസം നവംബർ മാസത്തിലാണ് നമ്മുടെ ധ്യാനം ഉള്ളത്. ഇപ്പോൾ ധ്യാനത്തിലേക്ക് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ തന്നെ ബുക്ക് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് താമസിക്കാനുള്ള സൗകര്യമുള്ള ശുശ്രൂഷകർക്കും താമസിക്കേണ്ടത്. അതുകൊണ്ട് കറക്റ്റായിരുന്നു തോണേ. ഓരോ മാസങ്ങളിലും ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരിക. അതുകൊണ്ട് നിങ്ങൾ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യുക. ബുക്കിങ്ങിനുള്ള കൗണ്ടറുകൾ ദേവാലയത്തിന് 2 സൈഡുകളിലും ക്രമീകരിച്ചിട്ടുണ്ട്. ധ്യാനത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ ചെറിയ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ നേരത്തെ ശുശ്രൂഷയിൽ കർത്താവ് ഇത്രയും കൃപ ചൊരിയുന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് കേൾക്കാം, സാക്ഷിയൊക്കെ കേട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടും. ഇത്രയും കൃപ ചൊരിയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ 5 ദിവസം കർത്താവിൻ്റെ വചനത്തിൽ അടയിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ധ്യാനത്തിൽ പങ്കുചേരുവാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും, അനുഗ്രഹമാകും, ഞാൻ അനുഗ്രഹമാകും. യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. ജയമെനിക്കുണ്ട്, തോൽവി എനിക്കില്ല. പരിശുദ്ധ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. ജയമെനിക്കുണ്ട്, തോൽവി എനിക്കില്ല. പരിശുദ്ധ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും, അനുഗ്രഹമാകും, ഞാൻ അനുഗ്രഹമാകും. യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. കാണാത്ത കണ്ണുകൾ കണ്ടിടട്ടെ, പാടാത്ത നാവുകൾ